ദാഹം മൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലഗീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. മരണസമയത്ത് വെള്ളം കുടിക്കണോ എന്ന് ചോദിച്ചിട്ട് പിശാച് വഴിവഴപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ റബ്ബേ അവൻ്റെ രക്ഷയിൽ നിന്ന് ബദരീങ്ങളുടെ സഹായം വാങ്ങിത്തരണമേ. അപ്പോൾ ബദരീങ്ങൾ മേലെ, അള്ള താഴെ. വസീലയാക്കുന്നത് അള്ളാഹുവിനെ റബ്ബിലേക്ക്. അതിനേക്കാൾ കല്ല് വെച്ച, അതിനേക്കാൾ കൊമ്പ് വെച്ച ഒരു ശിർക്കുണ്ടോ കൂട്ടരെ? തവസ്സുൽ എന്ന പദം വിശുദ്ധ ഖുർആനിലല്ല, ഹദീസ് ഗ്രന്ഥങ്ങളിലാണുള്ളത്. വിശുദ്ധ ഖുർആനിലുള്ളത് വസീലത്തുൻ എന്ന പദമാണ്. തൗഹീദ് എന്ന പദം വിശുദ്ധ ഖുർആനിലില്ലല്ലോ. പക്ഷേ നമ്മളത് പ്രയോഗിച്ചു വരുന്നു. തവസ്സുൽ എന്ന പദം ഖുർആനിലില്ലെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ഇത് വേഗത്തിൽ മനസ്സിലാക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് ഈ രണ്ട് പദവും ഒരേ അർത്ഥത്തിൽ. ഓരോന്നിൻ്റെയും വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ നിർവചനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ അൽ വസീല എന്ന് പറഞ്ഞാലും അത്തവസ്സുൽ എന്ന് പറഞ്ഞാലും ത്വലബുൽ ഖുർബത്തി ഇലല്ലാഹി തആല ബിത്ത്വാഅത്തി വൽ അമലി അല്ലദീ യുർളിഹി വതർക്കിൽ മആസി. ഇതാണ് എൻ്റെ സംക്ഷിപ്തം. അതിൽ അതിൻ്റെ ഒട്ടുമിക്ക നിർവചനങ്ങളും അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിശദീകരണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ത്വലബുൽ ഖുർബത്തി ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുക, റബ്ബിലേക്ക് അടുക്കുവാൻ ആഗ്രഹിക്കുക, അതിനാവശ്യമായ മാർഗങ്ങൾ തേടിപ്പിടിക്കുക. എങ്ങനെ? ബിത്ത്വാഅത്തി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, വൽ അമലില്ലദീ യുർളിഹി, അവനെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, വതർക്കിൽ മആസി, അവൻ വിരോധിച്ച അവനെതിരിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടു അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുക എന്നാണ് വസീലത്ത് എന്ന പദത്തിൻ്റെയും തവസ്സുൽ എന്ന പദത്തിൻ്റെയും വിവക്ഷയായി ഇപ്പോൾ നമ്മൾ പ്രയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് നമ്മൾക്കെല്ലാവർക്കും പരിചയമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായിട്ട് പാലിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തഖ്വ എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ സംക്ഷിപ്തമായിട്ട് പറയാം: ഇംതിസാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹിഹി, അള്ളാഹു കൽപ്പിച്ചതെല്ലാം അനുഷ്ഠിക്കുക, വിരോധിച്ചതെല്ലാം വർജിക്കുക. അതാണ് തഖ്വ. അങ്ങനെ നിങ്ങൾ ജീവിക്കുക. ഇങ്ങനെ ജീവിക്കൽ നമുക്കെല്ലാവർക്കും നിർബന്ധം, വാജിബാണ്. ഇങ്ങനെ ജീവിക്കൽ ആകാം എന്നല്ല, ഇങ്ങനെ ജീവിക്കണം എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. വബത്തഗു ഇലൈഹിൽ വസീലത്ത, അതിൻ്റെ അനുബന്ധം നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീല തേടുകയും ചെയ്യുക. നേരത്തെ പറഞ്ഞ അർത്ഥം
ഐ തഖറബു ഇലൈഹി, അഥവാ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക, ബി അമലിൻ സ്വാലിഹിൻ അല്ലെങ്കിൽ ബി അമലിൻ യുർളിഹി, അവനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുക. അപ്പോൾ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞത് തഖ്വയോടുകൂടി ജീവിക്കാനാണ്, അത് നിർബന്ധമാണ്, നമുക്കെല്ലാവർക്കും വാജിബായ കാര്യമാണ്. അതിനോട് അത്ഫ് ചെയ്ത് പറഞ്ഞ വബ്തഗൂ ഇലൈഹിൽ വസീലത്ത എന്ന് പറഞ്ഞതും അപ്പോൾ നിർബന്ധമാണ്. വസീല ഉണ്ടായിരിക്കണം, വസീല തേടിയിരിക്കണം, അഥവാ തവസ്സുൽ നിർബന്ധമാണ്. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം ഏറ്റെടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF പ്രസിദ്ധീകരിച്ച ഒരു ചെറു വിവരണത്തിൽ തവസ്സുൽ ആകാം എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. തവസ്സുൽ ആകാം എന്നല്ല, തവസ്സുൽ വേണം, അത് നിർബന്ധമാണ്. പക്ഷെ എന്താണ് തവസ്സുൽ? അവിടെ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ തവസ്സുൽ ആവാം എന്നത് വിഷയത്തിൻ്റെ മർമ്മത്തിൽ നിന്ന് ഒരു ഊരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. നമുക്കതിനെ വിഫലമായ ശ്രമം എന്ന് പറയാം, ആവാം എന്നല്ല പറയുന്നത്. ആ ആയത്തിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്, 3 നിർബന്ധമാണ്. ആ 3 ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വേണ്ടതാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സന്നിഗ്ധ ഘട്ടങ്ങൾ വരുമ്പോൾ മാത്രം കൊണ്ടുവരേണ്ട ഒരു അമലായി അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. തഖ്വയോടുകൂടി ജീവിക്കുക, അള്ളാഹുവിലേക്ക് വസീല തേടുക, വജാഹിദു ഫി സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമം നടത്തുക, ജിഹാദ് ചെയ്യുക. ഈ 3 കർമ്മങ്ങളും 24 മണിക്കൂറും 7 ദിവസവും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ മറുപക്ഷം പ്രചരിപ്പിക്കുന്നത് അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലും എല്ലാവർക്കും നിർബന്ധമാണ്, എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ട ആരാധനയാണ്. അതേസമയത്ത് അതിൻ്റെ നടുവിൽ പറഞ്ഞ വസീല അത് ആവാമെന്നാണ്, അത് ചില സന്നിഗ്ധ ഘട്ടത്തിൽ മാത്രമേ നേരിടുകയുള്ളൂ, അങ്ങനെ ഒരവസ്ഥ നേരിടുകയുള്ളൂ എന്നതുമാണ്. അത് തെറ്റാണ്. ഈ 3 കർമ്മങ്ങളും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ, ആണിൻ്റെയും പെണ്ണിൻ്റെയും ജീവിതത്തിൽ നിരന്തരമായി സുബോധമുള്ള മുഴുവൻ സമയങ്ങളിലും ശ്രദ്ധയോടെ നിലനിർത്തിപ്പോരേണ്ട 3 സൽക്കർമ്മങ്ങളെപ്പറ്റിയാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ മാഇദയിലെ 35-ാമത്തെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വസീല നിർബന്ധമാണ്. മാത്രമല്ല അതൊരു താഴത്താണ്, ഒരു ഇബാദത്താണ്, സൽക്കർമ്മമാണ്. അപ്പോൾ എന്താണ് വസീലത്ത്? അത് നേരത്തെ പറഞ്ഞു, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം. അതെങ്ങനെയാണ്? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അത് കൂടുതൽ നേടാൻ പറ്റും. അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾക്ക് പുറമെ ഐച്ഛികമായി നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള വിഷയങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വളരെ കൂടുതൽ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിലേക്കുള്ള ഈ ഖുർബത്ത് വളരെ ഏറി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അടിമ നവാഫിലായ സുന്നത്തായ അവനോട് നിർബന്ധിച്ചിട്ടില്ലെങ്കിലും പുണ്യമുണ്ട് എന്ന് അറിയിക്കപ്പെട്ട കാര്യങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുത്തടുത്തുകൊണ്ടേ ഇരിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞതായി പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഖുർബത്ത് ഞാൻ പറയുന്നത് നിർബന്ധമാണ്, എല്ലായ്പ്പോഴും ചെയ്യേണ്ടതാണ്, ഒരു സൽക്കർമ്മമാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് തവസ്സുലും. അപ്പോൾ അനുവദിക്കപ്പെട്ട തവസ്സുലുണ്ട് എന്നല്ല, കൽപ്പിക്കപ്പെട്ട തവസ്സുലുണ്ട്. അതിൻ്റെ താഴെയാണ് നമ്മൾ പറയേണ്ടത്
അനുവദിക്കപ്പെട്ട തവസ്സുലുണ്ട്. എന്നാൽ ഈ അനുവദിക്കപ്പെട്ട തവസ്സുലിൻ്റെ കൂടെ അനുവദിക്കപ്പെടാത്ത നിഷിദ്ധമായ ഹറാമായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മത്തിനു പകരം അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന കർമ്മങ്ങൾ, അതിലൂടെ തവസ്സുൽ ചെയ്യുന്ന പ്രവണത സമൂഹത്തിൽ കണ്ടുവരുന്നു, അത് പ്രചരിപ്പിക്കപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നും അന്നും, അഥവാ നമ്മുടെ തുടക്കത്തിലും ഇപ്പോഴും നിൽക്കുന്നത്. അനുവദിക്കപ്പെട്ട തവസ്സുലിൻ്റെ കൂടെ അനുവദിക്കപ്പെടാത്ത തവസ്സുൽ വെച്ചു കൊടുക്കുക. മിനിയാന്നോ അതിൻ്റെ തലേ ദിവസവും ഞാൻ കടയിൽ പോയി ഒരു 60 രൂപയ്ക്ക് സാധനം വാങ്ങിയപ്പോൾ അതിൻ്റെ വില കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തത് 500 രൂപയാണ്. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഇത് എടുക്കാൻ പ്രയാസമാണ്, ഇത് നിങ്ങൾ ആരുടെങ്കിലും കയ്യിൽ കൊടുത്താൽ, മറ്റ് നോട്ടുകളുടെ കൂട്ടത്തിൽ വെച്ച് കൊടുത്താൽ ഇതങ്ങ് പോയിക്കൊള്ളും. അതുകൊണ്ട് അങ്ങനെയുള്ള ആരുടെങ്കിലും കൈ കൊടുക്കുക. തൽക്കാലം 60 രൂപ പിന്നെ വരുമ്പോൾ തന്നാൽ മതി. അത് വാങ്ങിയ സുഹൃത്ത് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അയാളാണ് ഞാനത് കൊടുത്തത്. പക്ഷേ നല്ലതിൻ്റെ ഉള്ളിൽ വെച്ചല്ല, നേർക്ക് നേരെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത്. അനുവദിക്കപ്പെട്ട തവസ്സുലിൻ്റെ കൂടെ അനുവദിക്കപ്പെടാത്ത തവസ്സുൽ വെച്ചു കൊടുക്കുക. പേര് തവസ്സുൽ തന്നെ. അനുവദിക്കപ്പെട്ട തവസ്സുൽ എന്താ നേരത്തെ പറഞ്ഞു. ഇനി അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിലേക്ക് നമുക്ക് വസീലയാക്കാവുന്ന, മാധ്യമമാക്കാവുന്ന സംഗതികളും തവസ്സുൽ അനുവദിക്കപ്പെട്ടതാണ്. അത് നിർബന്ധമെന്ന് ഞാൻ പറയുന്നില്ല, അനുവദിക്കപ്പെട്ടതാണ്. ഉദാഹരണം, നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ച് നമ്മൾ ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ള വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിൻ്റെ ഔദാര്യത്തിന് വേണ്ടി തേടുക. റബ്ബേ, ഇന്ന കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. സത്യത്തിൽ അതെനിക്ക് നിർബന്ധമാക്കിയ കാര്യമൊന്നുമായിരുന്നില്ല, അങ്ങനെ ചെയ്യാതെയും ഇരിക്കാമായിരുന്നു. പക്ഷെ നിൻ്റെ പ്രീതി ആഗ്രഹിച്ച്, നിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച്, നിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചാണ് ഞാൻ ആ കർമ്മം ചെയ്തിട്ടുള്ളത്. അതൊരു സൽക്കർമ്മമായി നീ എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അകപ്പെട്ട ഈ പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് ഒഴിവ് കഴിവ് നൽകണമേ, അല്ലെങ്കിൽ എനിക്ക് രക്ഷ നൽകണമേ എന്ന് റബ്ബിനോട് നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ മുൻനിർത്തി വസീലയാക്കി തവസ്സുലാക്കി പ്രാർത്ഥിക്കൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 3 വ്യക്തികൾ ഒരു ഗുഹക്കകത്ത് അകപ്പെട്ട് ഗുഹാമുഖം അടഞ്ഞുപോയി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതിരുന്നപ്പോൾ കഴിഞ്ഞ ഇന്നലകളിൽ ശ്രദ്ധേയമായി അവർ ചെയ്ത 3 പേരും ചെയ്ത വ്യത്യസ്തമായ 3 സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വഴി ആ പാറക്കല്ലിനെ അള്ളാഹു തആല നീക്കം ചെയ്ത 3 പേരെയും രക്ഷപ്പെടുത്തിയ സംഭവം അറിയാം. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ അള്ളാഹുവിനോട് മുൻനിർത്തി അതൊരു വസീലയാക്കി മാധ്യമമാക്കി അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അപേക്ഷിക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ രേഖയാണ്. നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വല്ല കർമ്മവും നമ്മുടെ മനസ്സിൽ എടുത്തു പറയത്തക്ക വല്ല കർമ്മവും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതെടുത്തു പറയാവുന്നതാണ്. എന്നിട്ട് റബ്ബിനോട് രക്ഷ തേടാവുന്നതാണ്. അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. ഇനി അള്ളാഹുവിലേക്ക് അതേപോലെ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ, നിവർത്തിച്ചു തരാൻ വേണ്ടി ചോദിക്കാവുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അത് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ സിഫാത്തുകളാണ്, സമ്പൂർണമായ അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണ്, തുല്യതയില്ലാതെ അതുല്യമായ അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണ്, അഥവാ അവൻ്റെ നാമങ്ങളാണ്. അവൻ്റെ എല്ലാ നാമങ്ങളും അവൻ്റെ സിഫാത്തുകളാണ്, സിഫത്തുകളാണ്. ഒട്ടുമിക്ക അവൻ്റെ നാമങ്ങളും അസ്മാ എന്ന് നമ്മൾ പറയും, അസ്മാ വ സിഫാത്ത് എന്ന് പറയും.
അവിടെ അസ്മാവും സിഫാത്തിനെയും ചിലപ്പോൾ വേർതിരിക്കേണ്ടി വരില്ല. കാരണം അള്ളാഹുവിൻ്റെ നാമമായി വന്നിട്ടുള്ളത് തന്നെയാണ് അള്ളാഹുവിൻ്റെ സിഫത്തും. അതുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ആ വിശേഷണങ്ങൾ, എൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ മുൻനിർത്തി നിങ്ങൾക്കെന്നോട് പ്രാർത്ഥിക്കാവുന്നതാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന് ഏറ്റവും വിശിഷ്ടമായ ചില പേരുകളുണ്ട്. ആ പേര് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് അള്ളാഹു തആല സ്വീകരിക്കും. കാരണം അതവൻ്റെ വിശേഷണമാണ്. അത്തരം വിശേഷണങ്ങളെ അള്ളാഹു അവൻ്റെ ദാത്തിനു നിർബന്ധമാക്കിയിട്ടുള്ളതാണ്. കതബ അലാ നഫ്സിഹിർ റഹ്മ, തൻ്റെ അടിമകളോട് കരുണ കാണിക്കുക, അവരോട് ആർദ്രത കാണിക്കുക എന്നത് അള്ളാഹു അവൻ്റെ നഫ്സിനോട് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. അള്ളാഹു തആല തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഗുണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നു, അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു വ അന്ത അർഹമുർ റഹീമീൻ. അയ്യൂബ, മുഹമ്മദ് നബി അയ്യൂബിനെ പറ്റി താങ്കൾ ഓർത്തിരിക്കണം, പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഇത് നാദാ, അദ്ദേഹം വിളിച്ചു തേടിയ സന്ദർഭം. ആരെ? റബ്ബഹു, അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ. ഇപ്പോൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് 18 വർഷം മാരകമായ രോഗം പിടിപെട്ട് രോഗശയ്യയിൽ കിടക്കുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം ആ രോഗശമനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയെ പറ്റിയാണ് പറയുന്നത്. എന്താ പ്രാർത്ഥന? അന്നീ മസ്സനിയൽ ളുർറു, ഈ ളുർറ് അഥവാ ഈ രോഗം എന്നെ ബാധിച്ചിരിക്കുന്നു. വ അന്ത അർഹമുർ റഹീമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനാണല്ലോ. എൻ്റെ അർത്ഥം, ആ കരുണ കൊണ്ട് റബ്ബേ എൻ്റെ രോഗം നീ ശിഫിയാക്കി തരണമേ, ഇതാണ് പറയുന്നത്. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ വിശേഷണമായ റഹ്മത്ത് മുന്നിൽ വെച്ചുകൊണ്ട് വസീലയാക്കിക്കൊണ്ട് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്. വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. യൂനുസ് നബി അലൈഹി സ്വലാം സമുദ്രത്തിൽ മത്സ്യത്തിൻ്റെ വായിലകപ്പെട്ട സമയത്ത് ആ കൂരിരുട്ടിൽ മത്സ്യത്തിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സിഫത്ത് പറഞ്ഞുകൊണ്ട് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക എന്ന ദിക്ർ മുന്നിൽ വെച്ചുകൊണ്ട് വസീലയാക്കിക്കൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ചെയ്യാം. അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. ഇനിയും അനുവദിക്കപ്പെട്ട തവസ്സുലുകളുണ്ട്. അതെന്താണ്? ഒരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുക. അങ്ങനെയും ചെയ്യാവുന്നത്. അതിന് തവസ്സുൽ എന്നാണ് പറയുന്നത്, വസീല എന്നാണ് പറയുന്നത്. അതും അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം. നമ്മൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാന്നറിയില്ലേ, അതുതന്നെ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോകുമ്പോൾ മഹാനായ പ്രവാചകൻ പറയുന്നു, യാ ഉമറു ലാ തൻസനാ ഫീ ദുആഇക, ഉമറേ നിന്റെ പ്രാർത്ഥനയിൽ നീ ഞങ്ങളെ വിസ്മരിക്കരുത്. പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന മക്കായുടെ ആദരണീയമായ ഹറമിൻ ഉൾപ്പെടുത്താവുന്ന പല സ്ഥലത്തേക്കുമാണ് താങ്കൾ പോകുന്നത്. അവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം, ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അതൊരു വസീലയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടലാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിയോഗിക്കുകയാണ്. അതാണ് തവസ്സുൽ. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തവസ്സുലിന് ഉപയോഗപ്പെടുത്തുന്ന സ്വഹീഹായി വന്നിട്ടുള്ള ഒരു ഹദീസാണത്. അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വെള്ളത്തിനു ക്ഷാമം സംഭവിച്ചപ്പോൾ
പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ വെള്ളത്തിന് ക്ഷാമം സംഭവിച്ച ആ കാര്യമാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഓർക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വെള്ളമില്ലാതെ മഴയില്ലാതെ വിഷമിച്ചപ്പോൾ അവിടത്തോട് പറഞ്ഞു, ഇസ്തസ്ഖി ലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ ഉമ്മത്താകെ നാശത്തിലായി. വെള്ളമില്ലാതെ മഴയില്ലാതെ, രണ്ട് മഴകൾ തമ്മിലുള്ള വിടവ് വിദൂരമായ ദീർഘമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും മനുഷ്യർക്ക് തന്നെയും വളരെ പ്രയാസമുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി ഇസ്തസ്ഖി ലി ഉമ്മത്തിക, മഴ പെയ്യിപ്പിക്കണമെന്നല്ല. ഇസ്തസ്ഖ എന്ന ക്രിയയുടെ അർത്ഥം മഴയ്ക്ക് വേണ്ടി തേടണം എന്നാണ്. ആരോട് തേടണം? അത് നമുക്കെല്ലാവർക്കും അറിയാം. മഴയ്ക്ക് വേണ്ടി ആരോട് തേടണം? വയുനസ്സിലുൽ ഗൈസ, മഴ വർഷിപ്പിക്കുന്നവനാണ് അവൻ. അവനല്ലാതെ വേറെ ആരും മഴ വർഷിപ്പിക്കില്ല. ആ മഴ വർഷിപ്പിക്കുന്നവനായ റബ്ബിനോട് നബിയെ താങ്കൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് വിധത്തിൽ റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒന്ന്, മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചൊരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, ആകെ നാശമടഞ്ഞു, ജീവജാലങ്ങളൊക്കെ ചത്തുപോകാൻ തുടങ്ങി, സസ്യലതാദികളും കൃഷി ഉൽപ്പന്നങ്ങളും ഉണങ്ങി പോകാൻ തുടങ്ങി, ആളുകൾക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുവിൻ്റെ റസൂല് മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഹദീസിൽ പറയാണ്, ക്ഷണം മഴ പെയ്തു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ താടിയിലൂടെ മഴവെള്ളം ഒഴുകുന്നതായി ഞങ്ങൾ കണ്ടു. പ്രവാചകൻ്റെ പള്ളിക്ക് മുകൾ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല, മറയുണ്ടായിരുന്നില്ല. പെയ്ത മഴ പ്രവാചകൻ്റെ താടിയിലൂടെ ഒഴുകി. അപ്പോൾ വെള്ളം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ട്. സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴ തേടുന്നതിന് വേണ്ടിയുള്ള നമസ്കാരം. ഈ രണ്ട് മാർഗം. ആ നമസ്കാരത്തിലും ഖുതുബയിലും മഹാനായ പ്രവാചകനാണ് പ്രാർത്ഥിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഇജാബത്തുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. എന്നാൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മുടെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴയ്ക്ക് പ്രാർത്ഥിച്ചുവോ? യഥാർത്ഥത്തിൽ പ്രാർത്ഥിച്ചുവോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമല്ല, പ്രാർത്ഥിച്ചില്ല. മഹാനായ പ്രവാചകൻ വഫാത്തായിട്ട് കിടക്കുന്നത് മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. മസ്ജിദുൻ നബവിയും പ്രവാചകൻ്റെ ഖബറും തമ്മിൽ ഒരു ചുമരിൻ്റെ വ്യത്യാസമാണ്. ഇന്ന് മറക്കപ്പെട്ടതുപോലെ പ്രവാചകൻ്റെ ഖബർ സമ്പൂർണ്ണമായിട്ട് ചുമരുകൾ കൊണ്ട് മറക്കപ്പെടാത്ത കാലമാണ്. അവിടെ കിടക്കുന്ന പ്രവാചകൻ്റെ ഖബറിൻ്റെ അരികിൽ ചെന്ന് റസൂലുള്ളയോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെന്ന് മാത്രമല്ല, മഹാനായ പ്രവാചകൻ്റെ ഹക്ക് കൊണ്ടോ ജാഹു കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ ഞങ്ങൾക്ക് മഴ നൽകണമേ എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, പ്രാർത്ഥിച്ചില്ല എന്നത് നമ്മൾ അടിസ്ഥാനപരമായി അറിയേണ്ട, പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട്? അത് പാടില്ലാത്തത് കൊണ്ട്. എന്തുകൊണ്ട്? അത് പാടില്ലാത്തത് കൊണ്ട്. ഹക്ക് കൊണ്ടും ജാഹു കൊണ്ടും ബർക്കത്ത് കൊണ്ടും പ്രാർത്ഥിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നല്ലതിൻ്റെ കൂടെ ചീത്ത വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു പ്രാർത്ഥനയേ ഇസ്ലാമിലില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു വ്യക്തിക്കും അള്ളാഹുവിൻ്റെ മേലൊരു ബാധ്യതയുമില്ല. ഇന്ന ആളുടെ ഹക്ക്, ഇന്ന ആൾക്ക് അള്ളാഹുവിന് ഒരു ബാധ്യത, അങ്ങനൊന്നില്ല. അള്ളാഹു ഏറ്റ ചില ബാധ്യതകളുണ്ട്. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, വിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാധ്യതയുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് അങ്ങനെ പറയാം. എന്നാൽ ഇന്നുദ്ദേശിക്കുന്ന രീതിയിൽ ഇന്നയാൾ ചോദിച്ചാൽ കൊടുക്കാൻ അള്ളാഹു നിർബന്ധിതനാകും എന്ന വിധത്തിലുള്ള ഒരു വിശ്വാസ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ജാഹ്, ഇത് എവിടെ നിന്നാണ് വന്നത്? ജാഹ് എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ് നമ്മൾ പറയുക. ഈ മഹത്വം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കുക? ഒരാളുടെ മഹത്വം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അർത്ഥശൂന്യമാണ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 50 കുട്ടികളിൽ 30 കുട്ടികളും നന്നായി പഠിക്കുന്നുണ്ടെങ്കിൽ
ആ നന്നായി പഠിക്കുന്ന കുട്ടികളുടെ മഹത്വം മനസ്സിലാക്കി പഠിക്കാത്ത എൻ്റെ കുട്ടിയെ വിജയിപ്പിക്കണമേ എന്ന് പറയുന്നത് പോലെ നിരർത്ഥകമാണ് ജാഹു കൊണ്ടുള്ള പ്രാർത്ഥന. മുഹമ്മദ് നബിക്ക് ജാഹു ഉണ്ടാകാം, മഹാന്മാർക്ക് ജാഹുകൾ ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ സവിശേഷതയും പ്രത്യേകതകളും ഉണ്ടാകാം. പക്ഷെ അത് വെച്ച് നമ്മളിങ്ങനെ ചോദിക്കാം, ഇന്നയാൾക്ക് ഇന്ന ഗുണമുള്ളത് കൊണ്ട് എനിക്ക് ഗുണം തരണമേ എന്ന് അള്ളാഹുവിനോട് പറയാൻ പറ്റും? അത് അയാൾക്ക് അള്ളാഹുത്തല കൊടുത്ത ജാഹാണ്. ആ ജാഹ് നേടാൻ നമ്മളും പ്രാപ്തി നേടുക, അതാണ് അവിടെ. പിന്നെ ബർക്കത്താണ്. ആർക്കാണ് ഇവിടെ ബർക്കത്തുള്ളത്? ആർക്കാണ് ഇവിടെ ബർക്കത്തുള്ളത്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു. ഈ അനന്ത വിസ്തൃതമായ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവനാണ് ബർക്കത്തുടയവൻ. ബർക്കത്തുടയവൻ. ഞാൻ പള്ളി ദർസിലാണ് പഠിച്ചത്. എൻ്റെ ഉസ്താദ് തബാറക്ക കഥാർത്ഥം തോന്നുന്നു. ബർക്കത്തുടയവൻ. ബർക്കത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? തബാറക്ക അല്ലദീ ബിയദിഹി അൽ മുൽക്ക്. ഈ പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണമായ നിയന്ത്രണം, പരമാണു മുതൽ പ്രപഞ്ചം വരെയുള്ള സകലതിനെയും കൃത്യമായി സംരക്ഷിച്ച് പരിപാലിച്ച് പോരുന്ന മഹൽ ശക്തി ആരാണോ അവൻ്റെ കയ്യിൽ പരിമിതമാണ് ബർക്കത്ത്. പിന്നെ എങ്ങനെയാണ് വേറൊരാളുടെ ബർക്കത്ത് കൊണ്ട് തവസ്സുൽ ചെയ്യുക? അടിസ്ഥാനരഹിതവും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട വിശേഷണങ്ങൾ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ശിർക്കുമായി ബന്ധപ്പെട്ടതാണ് ബർക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥന, ബർക്കത്ത് തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന. സകല അത്തഹിയ്യാത്തിലും ഒരു സത്യവിശ്വാസി മുഹമ്മദ് നബിയോട് പറയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അല്ലാഹുവിൻ്റെ രക്ഷ, അലൈക അങ്ങയുടെ മേലുണ്ടാകട്ടെ, അയ്യുഹൻ നബിയ്യു അല്ലയോ പ്രവാചകരെ. അപ്പോൾ അസ്സലാം അത് മുഹമ്മദ് നബിക്ക് ഉണ്ടായിട്ട് വേണം. മുഹമ്മദ് നബിയിൽ ഇല്ല, പ്രവാചകനിൽ അധിഷ്ഠിതമല്ല, പ്രവാചകൻ്റെ കയ്യിലല്ല അതിൻ്റെ നിയന്ത്രണം. അത് അതിനേക്കാൾ അജയ്യവും ഉന്നതവുമായ ഒരു സ്ഥാനത്തുനിന്ന് കിട്ടിയിട്ട് വേണം. അതുകൊണ്ട് അസ്സലാമിലെ അൽ മഅരിഫയുടെ സലാമാണ്, അഥവാ അള്ളാഹുവിൻ്റെ സമാധാനം, അള്ളാഹുവിങ്കൽ നിന്നുള്ള രക്ഷ അങ്ങേക്കുണ്ടാകട്ടെ. വറഹ്മത്തുള്ളാഹി അള്ളാഹുവിൻ്റെ കാരുണ്യവും. ആരുടെ കയ്യിലാണ് കാരുണ്യം? അള്ളാഹുവിൻ്റെ കയ്യിലാണ് കാരുണ്യം. മുഹമ്മദ് നബിയെപ്പറ്റി കരുണാനിധി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭാഷാപരമായിട്ടാണ്, സാങ്കേതികമായിട്ടല്ല. സാങ്കേതികമായിട്ട് റഹ്മത്തിൻ്റെ ഉടമയവൻ അല്ലാഹു തആലയാണ്. ദുർറഹ്മ, ദുർറഹ്മ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. റഹ്മത്തുടയവൻ അള്ളാഹു മാത്രമാണ്. വബറകാതുഹു അള്ളാഹുവിൻ്റെ ബർക്കത്തും മുഹമ്മദ് നബി താങ്കൾക്കുണ്ടാകട്ടെ എന്ന് സാധാരണക്കാരായ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് വന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട്, ഇത് ഞാനെന്താ മുഹമ്മദ് നബിയുടെ കാര്യം പറയണമെന്നറിയോ? പിന്നെ അത് ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ താഴെയല്ലേ വരുള്ളൂ. അപ്പം പിന്നെ അവർക്ക് ബർക്കത്തുണ്ടാകുമോ? അവർക്ക് ജാഹ് ഉണ്ടാകുമോ? അവർക്ക് ഹക്കുണ്ടാകുമോ? അല്ലെങ്കിൽ ഹക്ക് കൊണ്ടോ ജാഹു കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ ഇടതേടാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ ഉമർ റളിയല്ലാഹു തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യേണ്ടുന്നതിനു പകരം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത് അള്ളാഹുവിനോട് തന്നെ ഉമർ റളിയല്ലാഹു പറയാണ്, ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവേ, നിന്നിൽ നിന്ന് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് മഴ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ പ്രവാചകനെയാണ് ഇടയാളനാക്കി പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചത്, നിന്നോട് പ്രാർത്ഥിച്ചത്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ബാക്കി ഞാൻ പൂരിപ്പിക്കട്ടോ. ഇപ്പോൾ ആ പ്രവാചകനില്ല. ആ പ്രവാചകൻ വഫാത്തായി കഴിഞ്ഞിരിക്കുന്നു, ആ പ്രവാചകൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്നാ നതവസ്സലു ഇലൈക ബി അമ്മി നബിയിനാ. ആ പ്രവാചകൻ അവിടെ ഇല്ലാത്ത പ്രവാചകൻ്റെ അഭാവത്തിൽ ആ പ്രവാചകൻ്റെ പിതൃവിനായ, നമ്മുടെ ഭാഷയിൽ മൂത്താപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഞങ്ങൾ നിന്നോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് തവസ്സുൽ. ഇത് അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. ഇതിൽ നേരത്തെ പറഞ്ഞ മരണപ്പെട്ടു പോയവരോടുള്ള ആളുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മരണപ്പെട്ടു പോയ ആളുകളോടുള്ള തവസ്സുലില്ല, ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുലില്ല. മാത്രമല്ല മരണപ്പെട്ടവരോട് പിന്നെ ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന അതിശക്തമായ പ്രമാണമാണ് ഈ സംഭവം. അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു
അബൂബക്കർ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുകയാണ്. അതിനേക്കാൾ ഒരു ഔലിയാക്കളായിട്ട് ഇനി ലോകത്താരും വരാനില്ല. എന്ത് വിശേഷണങ്ങൾ പറഞ്ഞാലും, നുഖബാ പറഞ്ഞാലും നുബലാ പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഈ കിടക്കുന്ന രണ്ട് സ്വാഹിബുകളുണ്ടല്ലോ, അതിനേക്കാൾ കേമപ്പെട്ടവരായിട്ട് ആരുമില്ല. എന്നിട്ട് അവരോട് പറഞ്ഞില്ല, അവരുടെ ഹക്ക് കൊണ്ട് പറഞ്ഞില്ല, അവരുടെ ജാഹു കൊണ്ട് പറഞ്ഞില്ല, അവരുടെ ബർക്കത്ത് കൊണ്ട് പറഞ്ഞില്ല, ജീവിച്ചിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് സംശയം ഉണ്ടാവും, പല സഹാബിമാരും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹുവിനോട് മഴക്ക് തേടി? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ മനുഷ്യരെ, അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ആളുകളോട്, മുസ്ലിങ്ങളോട് പറയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ പ്രവാചകനായിരുന്നു, യറാ ലിൽ അബ്ബാസി, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം കാണുമായിരുന്നു, മാ യറൽ വലദു ലിവാലിദിഹി, ഒരു കുട്ടി, ഒരു മകൻ തൻ്റെ പിതാവിന് കാണുന്ന മഹത്വം കൽപ്പിക്കാറുണ്ട് റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ഞാൻ അബ്ബാസ് റളിയല്ലാഹുവിനെ ഏൽപ്പിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മകനാണ് പ്രവാചകൻ. അതുകൊണ്ട് വാപ്പയുടെ സ്ഥാനമാണ് മൂത്താപ്പക്ക് റസൂലുള്ള നൽകിയിരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളയോട് ഏറ്റവും അടുപ്പമുള്ള, കുടുംബപരമായിട്ട് അടുപ്പമുള്ളതും വഅക്ബറു സിന്ന, വയസ്സ് ധാരാളമുള്ളതും. റസൂലുള്ള വഫാത്തായി 63-ാമത്തെ വയസ്സിൽ. എന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. 18-ാമത്തെ വയസ്സിലാണ് അബ്ദുള്ളക്ക് മകൻ മുഹമ്മദ് നബി ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹുവിന് 90-ലധികം വയസ്സ് പ്രായമുണ്ട്. ജീവിച്ചിരിക്കുന്നതിൽ വയോവൃദ്ധനായ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ഒരിക്കലും ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ തവസ്സുന് തെളിവല്ല. അതൊരിക്കലും സമമാവുകയില്ല, രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ അതാണ് തവസ്സുൽ. ഇത് 3 അനുവദിക്കപ്പെട്ടതാണ്. 4-മത്തൊരു തവസ്സുൽ, മരണപ്പെട്ടവരോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോ ആയ ആളുകളുടെ ഹക്ക് കൊണ്ടും ജാഹു കൊണ്ടും ബർക്കത്ത് കൊണ്ടും സഹായതേട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരു സഹായതേട്ടം ഇല്ല ഇസ്ലാമിൽ. അതിൻ്റെ ആശയം തന്നെ ശരിയല്ല. കാരണം ആർക്കും അള്ളാഹുവിൻ്റെ പേരിൽ ഒരു ഹക്കില്ല, അവകാശമില്ല. കൊടുത്തേ മതിയാകൂ, തന്നേ മതിയാകൂ എന്നില്ല. അവൻ്റെ ഔദാര്യമാണ്, അവൻ്റെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെയാണ് ജാഹും ബർക്കത്തുമൊക്കെ. അതുകൊണ്ട് അപ്രകാരം ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതുപോലെയുള്ള പദപ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നാളുടെ ഹക്ക് കൊണ്ട് ബിഹക്കി സായിലിന ബിഹക്കി നബിയിക റഹ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ എല്ലാ ഹദീസുകളും, എല്ലാ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഗ്രന്ഥങ്ങളിൽ വന്ന പരാമർശങ്ങൾക്കും ദുർബലതകളുണ്ട്. ഓരോന്നോരോന്നായി ഇവിടെ വിശദീകരിക്കാൻ സാധ്യമല്ല, ഒറ്റ വാക്കിൽ പറയാണ്. അതിനെല്ലാം ചില ദുർബലതകളുണ്ട്. ഹദീസിൻ്റെ നിദാനശാസ്ത്രം അനുസരിച്ച് അംഗീകരിക്കാൻ പറ്റാത്ത ദോഷങ്ങളുള്ളതാണ്, ദൗർബല്യങ്ങളുള്ളതാണ്, ദുഅഫുള്ളതാണ് ആ ഹദീസുകളെല്ലാം. ഞാൻ ആ ഹദീസ് എന്ന് പറയുന്നില്ല, ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള അത്തരം പരാമർശങ്ങളെല്ലാം. അതുകൊണ്ട് ഈ ദുർബലമായ 8 വല കൊണ്ട് ഭദ്രമായ കെട്ടിടം പണിയാം എന്നത് നിരർത്ഥകമായ അർത്ഥശൂന്യമായ ചിന്തയാണ്. അത് സാധ്യമല്ല. ഇതൊക്കെ 8 വലകളാണ്. അത്തരം ഹദീസുകൾ മുഴുവൻ ദുർബലമായ സനദുകളിൽ ഉള്ളതാണ്. ആ സനദുകളിലെല്ലാം കള്ളന്മാരുള്ളവരാണ് പലപ്പോഴും, അല്ലെങ്കിൽ കൊള്ളരുതാത്തുള്ളവരാണ്, അല്ലെങ്കിൽ മറവി ഉള്ളവരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ മഹാന്മാരായ ആളുകൾ ഹദീസിൻ്റെ നിദാനശാസ്ത്രത്തിൻ്റെ ആളുകൾ തള്ളിയ ആളുകളാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരൊറ്റ ഹദീസല്ലാതെ സ്വഹീഹായി വന്നിട്ടില്ല. അതാകട്ടെ ഹക്ക് കൊണ്ടും ജാഹു കൊണ്ടും ബർക്കത്ത് കൊണ്ടുമല്ല, മരണപ്പെട്ട പ്രവാചകനോട് നേർക്കുനേരെയും അല്ല. അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ തവസ്സുൽ എന്ന് പറയുന്നത്. ഇനിയൊരു തവസ്സുൽ കൂടിയുണ്ട്. അതെന്താണ്? മരണപ്പെട്ടു പോയ ആളുകളെ, മഹാന്മാരായ ആളുകളെ, അവർ അമ്പിയാക്കന്മാരാകാം, ഔലിയാക്കളന്മാരാകാം, സ്വാലിഹികളാകാം, മഹാന്മാരെന്ന് ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഹാന്മാരായ ആളുകളുടെ അബ്ദാനുകളെ, പണ്ട് മൊയ്ലിയന്മാർ പറഞ്ഞിരുന്നത് ഉരുത്തിരിഞ്ഞു കാണുന്ന തടികളെ കൊണ്ട് തവസ്സുൽ. കെ സി അബൂബക്കർ മൗലവി പറയാറുണ്ട്,
അത് കാണണമെങ്കിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ കല്ലായി പോയാൽ മതി. ഉരുത്തിരിഞ്ഞ് കാണുന്ന തടികൾ അവിടെ കാണും. കാരണം അവിടെ മരമില്ലുണ്ട്. അപ്പോൾ ആ മരമില്ല് അവിടെ ഒരുപാട് തടികൾ കിടക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഉരുത്തിരിഞ്ഞാണ് കിടക്കുന്നത്. ഈ തടി കൊണ്ട് റബ്ബിലേക്ക് സമീപിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു തവസ്സുലില്ല. ഉരുത്തിരിഞ്ഞത് കാണുന്ന തടികളെ കൊണ്ട്. അങ്ങനെ ഒരു വസീലുണ്ട്, തവസ്സുലുണ്ട്. പക്ഷേ അത് കടുത്ത മുശ്രിക്കുകളുടെ തവസ്സുലാണ്. വദ്, സുവാ, യഊത്ത്, യഊഖ്, നസ്ർ, ലാത്ത, ഉസ്സ, മനാത്ത്, ഹുബൽ, ഈസാ നബി, മറിയം ബീവി, ഉസൈർ, മലക്കുകൾ, അതൊക്കെയാണ് അവിടുത്തെ ഉരുത്തിരിഞ്ഞ് കാണുന്ന തടികൾ. അവരെ കൊണ്ട് തവസ്സുൽ ചെയ്തിരുന്ന ആളുകളുണ്ട്. പക്ഷേ അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളും അവൻ്റെ ദീനിൻ്റെ ശത്രുക്കളും അവൻ്റെ പ്രവാചകന്മാരുടെ ശത്രുക്കളും ബഹുദൈവ ആരാധകരുമായ ആളുകളാണ്. അവർക്കാണ് ഉരുത്തിരിഞ്ഞ് കാണുന്ന തടികളെ കൊണ്ടുള്ള തവസ്സുൽ. അല്ലാതെ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ളത് സൽക്കർമ്മങ്ങളിലൂടെ, സൽക്കർമ്മങ്ങളായ നല്ല ആളുകളുടെ പ്രാർത്ഥനകളിലൂടെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിലൂടെ, നാം ചെയ്തു വെച്ചിട്ടുള്ള മറ്റു സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള തവസ്സുൽ എന്നല്ലാതെ, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഉറപ്പിക്കാൻ, ഹക്ക് കൊണ്ടും ജാഹു കൊണ്ടും ബർക്കത്ത് കൊണ്ടും ഇടതേടുന്ന രീതിയും ശൈലിയും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകൾ മുഴുവൻ ദുർബലമാണ്. അതിൻ്റെ മുകളിൽ പടുത്തുയർത്തിയ സകലതും ചില്ലുകൊട്ടാരമാണ്. അതിൻ്റെ ആദ്യത്തെ കല്ല് ഇളകിയാൽ അത് അടർന്നു പോകും. അങ്ങനെ അടർന്നു പോയിട്ടുള്ളതാണത്. നിലനിൽക്കുക സാധ്യമല്ല. മറ്റൊന്ന് ഉരുത്തിരിഞ്ഞ് കാണുന്ന തടികളെ കൊണ്ടുള്ളതാണ്. ഉരുത്തിരിഞ്ഞ് കാണുന്ന തടികളെ കൊണ്ടുള്ള അഥവാ മഹാന്മാരായ ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വസീല, അത് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള വസീലയാണ്. അത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം മുതൽ തുടങ്ങിയിട്ടുള്ളതും ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴും നിലനിൽക്കുന്നതുമായിട്ടുള്ള വസീലയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ അത് 5 മഹാന്മാരിൽ 5 തടികളിൽ ഒതുങ്ങിയിരുന്നു. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അത് വിശദമായിട്ട് പറയുകയാണെങ്കിൽ 300-ലധികം അല്ലെങ്കിൽ 360ഓളം വരുന്ന തടികളിൽ ഒതുങ്ങുമായിരുന്നു. എന്നാൽ ഇന്ന് അത് ലോകത്ത് 300-ലോ 3000-ലോ 30 ലക്ഷത്തിലോ ഒതുങ്ങുകയില്ല. അത്രത്തോളം എല്ലാ മതവിഭാഗങ്ങളിലും അത്തരത്തിലുള്ള തവസ്സുൽ, ഉരുത്തിരിഞ്ഞു കാണുന്ന തടികളെ കൊണ്ടുള്ള തവസ്സുൽ, മഹാന്മാരെ കൊണ്ടുള്ള തവസ്സുൽ നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ CP ഇവിടെ പറഞ്ഞു കാണും, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുള്ള 5 വിഗ്രഹങ്ങൾ ആ സമുദായത്തിലെ നൂഹ് നബി വരുന്നതിന് മുമ്പ് മരിച്ചുപോയ സ്വാലിഹുകളായ ആളുകളുടെ പേരാണ്. വദ്, സുവാ, യഊത്ത്, യഊഖ്, നസ്ർ. അസ്മാഉ റിജാലിൻ സ്വാലിഹീന, സ്വാലിഹുകളായ ആളുകളുടെ പേരുകളാണ്. മിൻ ഖൗമി നൂഹിൻ, നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട, അദ്ദേഹം നിയോഗിക്കപ്പെട്ട സമുദായത്തിലുണ്ടായിരുന്ന മരിച്ചുപോയ 5 മഹാന്മാരായ ആളുകളുടെ പേരിലുണ്ടായതാണ്. അവരെ മുൻനിർത്തിയായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത്. അവരെ മുൻനിർത്തിയാണ് അവർ പ്രാർത്ഥിച്ചത്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അതിനെ സംബന്ധിച്ചാണ് സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്യുന്നു. അവിടെ പറയുന്ന ഇബാദത്ത് എന്താണ്? ആ മഹാന്മാരായ ആളുകൾക്ക്, ആ ആളുകളോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ബലികർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് അവരെ ഇടയാളന്മാരാക്കിക്കൊണ്ട് റബ്ബിനോട് കാര്യങ്ങൾ ചോദിക്കുക എന്നതാണ് അവിടുത്തെ ഇബാദത്ത്. ആ ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിരുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ശക്തികളെ, വ്യക്തികളെ, കേന്ദ്രങ്ങളെ ആണ് അവർ ആരാധിച്ചു കൊണ്ടിരുന്നത്. വയഖൂലൂന, അതിന് ന്യായമായിട്ട് കാരണമായിട്ട് അവർ പറയുന്നത്, ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്, അവരുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് കിട്ടും, അവരുടെ ശുപാർശ ഞങ്ങൾക്കുണ്ടാവും, അവർ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടും, ഞങ്ങൾക്ക് വേണ്ടി അവർ ഞങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് പറഞ്ഞ് വാങ്ങിത്തരും, അതിനുവേണ്ടി ഞങ്ങളുടെയും ഞങ്ങളുടെ റബ്ബിൻ്റെയും ഇടയിലുള്ള ശുഫാക്കളാണ് അവർ എന്ന് ആണ് സത്യത്തിൽ അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഖുർആൻ അതിനെ ന്യായീകരിച്ചിരിക്കല്ല,
അതിനെ അംഗീകരിച്ചിരിക്കുകയല്ല, അതിനെ സമ്മതിച്ചിരിക്കുകയല്ല, അതിന് ഗണ്ണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷഫാഅത്തില്ല, അല്ല അങ്ങനെയുള്ളൊരു വസീലയില്ല, അങ്ങനെയുള്ളൊരു തവസ്സുലില്ല. ഉള്ളത് ബഹുദൈവ ആരാധകരായ ആളുകൾക്കുള്ളതാണ്. അങ്ങനെയല്ലാതെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു വ്യക്തിയെ കൊണ്ട് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെയും ഇവൻ്റെയും ഇടയിൽ ഇടയാളനാക്കി മധ്യവർത്തിയാക്കി വെക്കുന്ന ഇസ്ലാമികമായ ഒരു തവസ്സുലില്ല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് സ്വാഭാവികമായിട്ട് പുറത്തു പോകുന്ന, മുഅ്മിനായ മനുഷ്യൻ സാങ്കേതികമായി മുർത്തദ്ദായി പോകുന്ന കാര്യങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ അദ്ദേഹം എണ്ണുകയാണ്. വമിൻ ദാലിക ജഅലു ബൈനഹു വബൈനല്ലാഹി തആല വസായിത യദ്ഉഹും വയസ്അലുഹും വയതവക്കലു അലൈഹിം വഖാലു ഇജ്മാഅ. വമിൻ ദാലിക, ഒരു മുഅ്മിനായ മനുഷ്യൻ മുശ്രിക്കായി പോകുന്ന, കാഫിറായി പോകുന്ന, അല്ലെങ്കിൽ മുർത്തദ്ദായി പോകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ജഅലു ബൈനഹു വബൈനല്ലാഹി തആല, ആ മനുഷ്യൻ അവൻ്റെയും അവൻ്റെ രക്ഷിതാവായ റബ്ബിൻ്റെയും ഇടയിൽ വസായിത്ത, മധ്യവർത്തികളെ വെക്കുക. എന്നിട്ട് യസ്അലുഹും, ആ മധ്യവർത്തികളോട് ചോദിക്കുക, വയദ്ഉഹും, അവരോട് ദുആ ചെയ്യുക, വയതവക്കലു അലൈഹിം, ആ മഹാന്മാരിൽ അവരുടെ കാര്യങ്ങൾ അർപ്പിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, വഖാലൂ ഇജ്മാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണെന്ന്, അവരുടെ ഇജ്മാ ആണ്. എന്ത്? ഒരു വ്യക്തി അവൻ്റെയും അവൻ്റെ രക്ഷിതാവായ റബ്ബിൻ്റെയും ഇടയിൽ ഒരു മധ്യവർത്തിയെ വെച്ച് ആ മധ്യവർത്തിയോട് അവൻ്റെ സങ്കടങ്ങൾ പറയുക, അവരോട് കാര്യങ്ങൾ ചോദിക്കുക, അവരെ തവക്കുൽ ചെയ്യുക. അതാ ഞാൻ പറഞ്ഞത്, കൊമ്പ് വെച്ച ശിർക്കിൻ്റെ തവസ്സുലാണ് ഉരുത്തിരിഞ്ഞത് കാണുന്ന തടികളെ കൊണ്ടുള്ള മഹാന്മാരെ മുൻനിർത്തിയുള്ള തവസ്സുലെന്ന് വളരെ വ്യക്തമായി സമൂഹത്തോട് നമ്മൾ പറയുകയാണ്. ഇവിടെ ഒരായത്തു അവർ കൊടുത്ത ആ പ്രസിദ്ധീകരണത്തിലുണ്ട്, അല്ലെങ്കിൽ നോട്ടീസിലുണ്ട്. സൂറത്ത് അന്നിസായിലെ ഒരായത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു വിഫല ശ്രമമാണ്. അവിടെ മുനാഫിക്കുകളെ പറ്റി ഒരു കഥ പറയുന്നു. വിശുദ്ധ ഖുർആനിൽ മുഅ്മിനുകൾ വേറെ, മുസ്ലിങ്ങൾ അല്ല കാഫിറുകൾ വേറെ, മുനാഫിക്കുകൾ വേറെ. മുനാഫിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പല ഭാഗത്തും പലതും പറയുന്നുണ്ട്. ഞാൻ അവിടെ അവർ കൊടുത്തതും ഞാൻ ഓതിവെച്ചതുമായ സൂറത്തു നിസായിലെ ആ ആയത്തിൻ്റെ 4 ആയത്ത് മുതലാണ് ആ സംഭവത്തിൻ്റെ തുടക്കം. മഹാനായ പ്രവാചകനോട് അവർക്കിടയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള, ഉത്ഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകനെ സമീപിക്കണമെന്നും ആ പ്രവാചകൻ എടുക്കുന്ന തീരുമാനം സർവാത്മന അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ, നബിയെ അവർ അങ്ങയിൽ നിന്ന് പരിപൂർണമായി വിട്ടകന്നു പോവുകയാണ്, അവരതിന് തയ്യാറല്ല. പിന്നെ അവർക്കിടയിൽ ഉരുത്തിരിഞ്ഞുണ്ടായ അഭിപ്രായ ഭിന്നതകളിൽ അവർ തീരുമാനമെടുക്കാൻ വേണ്ടി സമീപിച്ചത് ജൂത പുരോഹിതന്മാരെയാണ്. ഇവർ പറയുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളാണ്, മുഅ്മിനുകളാണ്, മുനാഫിക്കുകളായ ആളുകളാണ്. എന്നാൽ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വരണ്ടേ? അത് പ്രവാചകൻ്റെ വേദനയുണ്ടാക്കി. പ്രവാചകൻ ഇവിടെ ഉണ്ടായിരിക്കെ പ്രവാചകൻ്റെ അനുയായികളായി എണ്ണിപ്പോരുന്ന, മനസ്സിലാക്കി വരുന്ന പ്രവാചകൻ്റെ അനുചരന്മാർ, അവർക്ക് മുമ്പിലൊരു വിഷയം വന്നപ്പോൾ ആ വിഷയത്തിനെ ഹില്ല് ചെയ്യാൻ, ആ വിഷയത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടി ജൂത പുരോഹിതന്മാരെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ റസൂലിനത് മനക്ലേശമുണ്ടാക്കും, പ്രയാസമുണ്ടാക്കും. കാരണം അവർ ചോദ്യം ചെയ്യും, അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനില്ലേ, അവനോട് ചോദിച്ചുകൂടെ? അപ്പോൾ അവനിൽ നിന്ന് നീതിപൂർവമായ വിധി കിട്ടില്ലെന്ന് കണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പ്രവാചകനെ പറ്റി ആക്ഷേപിച്ച് പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് അവർ താഗൂത്തിലേക്കാണ് അവരുടെ ഹുക്കുമുകൾ തേടാൻ വേണ്ടി പോയത്. അതൊരു തെറ്റാണ്. 2 തെറ്റുണ്ട് അവിടെ. എന്താ തെറ്റ്? ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ചെയ്തത്. 2, വ ഇസാഅത്തൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ റസൂലിനോട് കാണിച്ച നെറികേടാണത്. ഫക്കാന ഗമ്മൻ ഫി ഖൽബിഹി, അത് പ്രവാചകൻ്റെ ഹൃദയത്തിൽ ഒരു വേദനയായിട്ട് അവശേഷിക്കുകയാണ്, പ്രവാചകനെ സമീപിക്കാതെ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് അവർക്കിനി കുറ്റബോധമുണ്ടെങ്കിൽ, അവർക്ക് നന്നാകണമെന്നുണ്ടെങ്കിൽ,
അവിടെ പശ്ചാത്താപം അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ വലൗ അന്നഹും തീർച്ചയായിട്ടും അവർ ഇല്ലലമു അൻഫുസഹും അവരോട് ഈ തരത്തിലുള്ള വല്ല ദ്രോഹവും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാഊക അവർ നബിയെ താങ്കളുടെ അരികിൽ വരണം ഫസ്തഗ്ഫിറുല്ലാഹ എന്നിട്ട് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അങ്ങയോടല്ല, ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോടാണ് നടത്തേണ്ടത്. പക്ഷെ അങ്ങയുടെ അരികിൽ വരണം. വന്നാൽ മാത്രം പോരാ, അങ്ങയെ കൊണ്ടത് പൊരുത്തപ്പെടിക്കണം. അങ്ങയുടെ മനസ്സിൽ അവർ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടത് പൊരുത്തപ്പെടിപ്പിച്ചതിന് ശേഷം മാത്രമേ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അത് സ്വീകാര്യമാവുകയുള്ളൂ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ പറയുന്നവർക്ക് ഇപ്രകാരം പറയാം: എന്തുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ റസൂലുള്ളയെ സമീപിക്കണം, റസൂലുള്ളയുടെ അരികിൽ വരണം? അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ തന്നെ പശ്ചാത്താപം അള്ളാഹു തആല സ്വീകരിക്കുകയില്ലേ? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സാധ്യമല്ല. കാരണം ഇത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അതിലുണ്ട്, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല. മഹാനായ പ്രവാചകനെ വ്യക്തിപരമായി ഹത്യ ചെയ്യലുണ്ട്, അതിൽ പ്രവാചകനെ അപമാനിക്കലുണ്ട്. അത് പ്രവാചകൻ്റെ മനസ്സിന് വേദനയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തെറ്റ് പൊറുത്തു കൊടുക്കണമെങ്കിൽ പ്രവാചകനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. അത് പ്രവാചകനെ കൊണ്ട് മാത്രമല്ല. ഇമാം റാസി പറയുകയാണ്, ഏതൊരു മനുഷ്യനോട് അപ്രകാരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിധത്തിലാണ് തൗബ ചെയ്യേണ്ടത് എന്ന്. അതാ അവിടെ പറഞ്ഞത്. വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. എന്നിട്ട് റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. എന്നാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണയുള്ളവനായിട്ട് കാണാൻ. ഒറ്റ കാര്യം കൂടി പറയാം അതുമായിട്ട് ബന്ധപ്പെട്ട്. സഹോദരങ്ങളെ, ഈ വലൗ അന്നഹും എന്ന് പറഞ്ഞാൽ ആരാ? ഇനി തീർച്ചയായും അവർ, അത് മുഅ്മിനുകളാണോ? അവർ മുഅ്മിനുകളിലേക്കാണോ ഈ ലമീറിന്റെ മർജിഉ ഇലൈഹി? ആരാണ്? മുസ്ലിയാക്കന്മാരാണ് പറയേണ്ടത്. വലൗ അന്നഹും എന്ന് പറയുന്ന ഹും എന്ന ലമീറിന്റെ മർജിഉ ഇലൈഹി മുനാഫിഖുകളാണ്, മുഅ്മിനുകളല്ല. അപ്പം നമ്മുടെ സംശയം, ഈ മതപുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ അവരുടെ കൂടെയുള്ള മുഴുവൻ മുഅ്മിനുകളെയും മുനാഫിഖുകളായിട്ടാണോ കണ്ടുവരുന്നത്? വലൗ അന്നഹും, തീർച്ചയായും ആ മുനാഫിഖുകൾ എന്നാ പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷെ അവർ പറയും, മുസ്ലിങ്ങളാണെങ്കിലും മുഅ്മിനുകളാണെങ്കിലും അങ്ങനെ തന്നെ വേണം. എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? മഹാനായ പ്രവാചകന്റെ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും ഒന്നാമത്തെ മനുഷ്യൻ മുതൽ തെറ്റ് ചെയ്ത ആളുകളാണ്. എന്നിട്ട് അതത് കാലഘട്ടങ്ങളിലെ മഹാന്മാരെയും പ്രവാചകന്മാരെയും സമീപിച്ചാണോ ആ പാപത്തിൽ നിന്ന് പൊറുക്കലിനെ തേടിയിരുന്നത്? അല്ല എന്ന് എല്ലാവർക്കും അറിയാം, ഈ മുസ്ലിയാക്കന്മാർക്കും അറിയാം. പിന്നെ ആളെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ആയത്ത് മുഅ്മിനുകൾക്കല്ല തെളിവ്, അത് മുനാഫിഖുകൾക്കാണ്. എന്നാൽ കൂടെയുള്ള ആളുകൾക്ക് മുനാഫിഖുകളാണെന്ന് പറ. ഇനി മുനാഫിഖുകളാണെങ്കിൽ തന്നെ അവർ പ്രവാചകന്റെ ഹക്ക് കൊണ്ടോ ജാഹു കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ പ്രാർത്ഥിക്കാൻ നിന്നില്ല. പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പ്രവാചകനോട് പാപമോചനം തേടിയില്ല. അതല്ലേ ഫസ്തഗ്ഫിറുല്ലാഹ, അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ നടത്തി. കാരണം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി. എന്നാൽ അള്ളാഹുവിലേക്ക് മഹാന്മാരെയെ വസീലയെ നിശ്ചയിക്കുന്ന ആളുകൾ പാപം പൊറുക്കുന്നതിന് വേണ്ടി പോലും അള്ളാഹു അല്ലാത്ത മഹാന്മാരെ സ്വീകരിക്കുന്നുണ്ട് എന്നത് ഒരു പരമാർത്ഥമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ആ ഭാഗത്തേക്ക് നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയമില്ല. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിരിക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ തവസ്സുലും ഇസ്തിഗാസയും കൂടി പറയാനായിട്ട് എന്നോട് പറഞ്ഞത്. രണ്ടും കൂടി പറയാൻ എനിക്ക് സാധിക്കൂല കേട്ടോ. സാധിക്കായിട്ടല്ല, നേരല്ലായിട്ടാണ്. എനിക്കൊരു കുഴപ്പമുണ്ട്, അത് പൊതുപ്രഭാഷണത്തിൽ പറയാൻ പറ്റില്ല, മൂജസായിട്ട് പറയാൻ പറ്റില്ല, സംക്ഷിപ്തമായിട്ട് പറയാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഇനി ഈ ഇസ്തിഗാസയോട് കൂടി ഞാൻ ഇപ്പോൾ പരാമർശിക്കുന്നില്ല. ഇപ്പോൾ തവസ്സുൽ നിൽക്കട്ടെ, എന്നിട്ട് അതിനൊരു തീരുമാനം വന്നിട്ട് നമുക്ക് ഇസ്തിഗാസയെ സംബന്ധിച്ച് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള തവസ്സുലില്ല ഉണ്ട്. അത് മക്കായിലെയും ബഗ്ദാദിലെ ഇറാഖിലെയും ഒക്കെ ബഹുദൈവ ആരാധകരുടേതാണ്, മക്കായിലെ മുശ്രിക്കുകളുടേതാണ്, കേരളത്തിലെ സമസ്തക്കാരുടേതുമാണ്. അല്ലാതെ അത് മുസ്ലിങ്ങളുടേതും സ്വഹാബത്തിൻ്റെതും പ്രവാചകന്മാരുടെയും ആ പ്രവാചകന്മാരെ ഇത്തിബാ ചെയ്തിട്ട സദ്വൃത്തരായ ആളുകളുടേതുമല്ല. വിശുദ്ധ ഖുർആനിൽ നല്ലവരെന്ന് പറഞ്ഞ പ്രവാചകന്മാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ, ഈ 4 വിഭാഗക്കാരുടെയും ആദർശമല്ല അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ഇടയാളന്മാരും മധ്യവർത്തികളും ആയിട്ടുള്ള വ്യക്തികൾ വേണം എന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ
എല്ലാം നേർക്ക് നേരെ. ഒരു മുസ്ലിയാരുടെ എക്കാലത്തെയും സ്റ്റേജിലെ എക്കാലത്തെയും വലിയ ശക്തമായ പ്രഭാഷണത്തിൻ്റെ രീതി എന്താണ്? അള്ളാഹു ഒരു കാര്യവും ഈ ലോകത്ത് നേരിട്ട് നടത്തുന്നില്ല. മഴ വർഷിക്കണമെങ്കിൽ മീക്കായിനെ ഏൽപ്പിച്ചിരിക്കുന്നു, പ്രവാചകന് വഹി എത്തിക്കണമെങ്കിൽ ജിബ്രീലിനെ ഏൽപ്പിച്ചിരിക്കുന്നു, ആ വഹി സാധാരണക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ മുഹമ്മദ് നബിനെ ഏൽപ്പിച്ചിരിക്കുന്നു, മനുഷ്യൻ്റെ റൂഹിന് ആത്മാവിന് ജീവനെ പിടിക്കാൻ മലക്കുൽ മൗത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു, സൂറെന്ന കാഹളത്തിൽ ഊതാൻ ഇസ്രാഫീലിനെ ഏൽപ്പിച്ചിരിക്കുന്നു, സ്വർഗത്തെയും നരകത്തെയും കാക്കാൻ മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ഒരൊറ്റ കാര്യവും ഈ പ്രപഞ്ചത്തിൽ നേരിട്ട് നടത്തുന്നില്ല. അതുകൊണ്ട് നമുക്കും റബ്ബിനെ നേരിട്ട് സമീപിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിൽ നിന്ന് പറയുന്നതോടൊപ്പം പുറത്തു പോകുന്ന അപകടകരമായ അനിസ്ലാമികമായ വാദം അതാ പ്രചരിപ്പിക്കും. സഹോദരങ്ങളെ, ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അള്ളാഹുവിനെ പോലെയാണോ? അള്ളാഹുവിൻ്റെ പ്രത്യേകത ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹു എന്തു തന്നെ ചെയ്താലും, ഏതു രീതി തന്നെ സ്വീകരിച്ചാലും, എന്തു തന്നെ തീരുമാനമെടുത്താലും അതിനെ ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഒരാളാലും ചോദ്യം ചെയ്യപ്പെടാത്ത അവനാണ് അള്ളാഹു. വഹും, പക്ഷെ അവർ, ഈ പറയുന്ന പുരോഹിതനടക്കം, പണ്ഡിതന്മാരടക്കം, ഈ ഉലമാക്കളടക്കം, ഈ നേതാക്കന്മാരടക്കം, എല്ലാ സമൂഹത്തിലെയും ഈ വിശ്വാസക്കാരടക്കം യുസ്അലൂൻ, അവർ ചോദ്യം ചെയ്യപ്പെടും അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെപ്പറ്റി. അള്ളാഹു ജിബ്രീലാകുന്ന മാധ്യമത്തിലൂടെ, പ്രവാചകനാകുന്ന മാധ്യമത്തിലൂടെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അതിപ്രധാനപ്പെട്ട കാര്യം എന്താണ്? എന്നിലേക്ക് അടുക്കുവാനും എന്നോട് കാര്യങ്ങൾ ചോദിക്കുവാനും എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ മധ്യവർത്തികളുടെ ആവശ്യമില്ല. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, നമ്മളുടെ കയ്യ് ഇങ്ങനെ പിടിച്ചു നോക്കൂ, വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. കുറച്ചുകൂടി അടുത്ത് പിടിപ്പിച്ചു നോക്കൂ, വ്യക്തത ഉണ്ടാവില്ല. കുറേ കൂടി അടുത്തേക്ക് കൊണ്ടുവന്ന് നോക്കൂ, എന്തോ ഒരു അടയാളം മാത്രം കാണാം. കുറച്ചുകൂടി അടുത്തെത്തിയാൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. ഒരു തത്വജ്ഞാനി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ നമ്മൾ കാണാതിരിക്കാനുള്ള കാരണം അതാണ്. അള്ളാഹു നമ്മളോട് അത്രയും അടുത്തുള്ളവനാണ്. അതാണ് അള്ളാഹു. ആ അള്ളാഹുവിലേക്ക് അടുക്കുവാനാണ് ഇവിടെ മധ്യവർത്തികൾ വേണമെന്ന് പറയുന്നത്. അത് ഇസ്ലാമിക വിരുദ്ധമാണ്, കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ആശയമാണ്. ജലാലൈനി തഫ്സീറിൽ പറയാണ്, ഇദാ ഖാലൽ അബ്ദു, ഒരു അടിമ പറഞ്ഞാൽ, യാ റബ്ബി, എൻ്റെ റബ്ബേ, എവിടെ നിന്ന്, എപ്പോൾ, ഏത് സമയത്ത്, എന്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ ഒരു അടിമ എൻ്റെ റബ്ബേ എന്ന് വിളിച്ചാൽ, ഫയഖൂലു തബാറക വ തആല, അള്ളാഹു അത്യുന്നതനായ അള്ളാഹു തആല മറുപടി പറയാണ്, ലബ്ബൈക യാ അബ്ദി, അല്ലയോ അടിമ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. തഫ്സീർ ജലാലൈനിൽ മുസ്ലിയാക്കന്മാർ ഓതുന്ന ആദ്യത്തെ തഫ്സീർ അതാണ്. ഞാനും അത് ഓതിയിട്ടുള്ളതാണ്. സൂറത്ത് അൽ ബഖറയിലെ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ജലാലയിൽ പറയുന്നത്, ഇദാ ഖാലൽ അബ്ദു, ഒരടിമ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കൂരിരുട്ടിൽ അവൻ അകപ്പെട്ടൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ്റെ രക്ഷിതാവിനെ അവൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്ന് ഉത്കടമായി വരുന്ന വിചാരത്തോടെ, വികാരത്തോടെ യാ റബ്ബി എന്ന് വിളിച്ചാൽ, ഫയഖൂലു തബാറക വ തആല, അത്യുന്നതനായ അല്ലാഹു, ഈ സപ്ത ആകാശങ്ങളെക്കാളും മഹത്തായ സിംഹാസനത്തിൻ്റെയും ഉടമയായ അല്ലാഹു അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ട അവനോട് പറയും, ലബ്ബൈക യാ അബ്ദി. പ്രത്യക്ഷപ്പെട്ടത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അടിമ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കും. എന്താണ് ചോദിച്ചോ? അങ്ങനെയുള്ള അള്ളാഹുവിനെ വിട്ട്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 900 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട് 6000-ഓളം 4000-ലധികം കിലോമീറ്റർ അപ്പുറത്ത് 6 അടി മണ്ണിൽ മറമാടപ്പെട്ട് ഒരുപക്ഷെ ശരീരം മുഴുവൻ മണ്ണുമായി കൂടിക്കലർന്ന് അത്തരത്തിലുള്ള വ്യക്തികളോട് സങ്കടപ്പെടുന്നതിനേക്കാൾ ബുദ്ധിശൂന്യത, ബുദ്ധിമോശം, പൂജ്യത്തെ സ്വീകരിക്കുന്ന ആളുകൾ എന്നേ അവരെ പറ്റി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തവസ്സുലില്ല. ഈ തവസ്സിലൂടെയാണ്, ഈ കവാടത്തിലൂടെയാണ് ഇസ്തിഗാസയിലേക്ക് ഇവർ പ്രവേശിക്കുന്നത്, സഹായ തേട്ടത്തിലേക്ക്. ആദ്യം ഇങ്ങനെ വസ്തുക്കൾ വെക്കുക, നിരൂപിക്കുക, എന്നിട്ട് പിന്നെ അവരോട് ഇസ്തിഗാസ നടത്തുക, അവരോട് ചോദിക്കുക. അവരോട് ചോദിക്കുക എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവരുടെ സഹായം
വാങ്ങിത്തരാൻ അള്ളാഹുവിനെ വസീലയാക്കുന്ന അത്ര അപകടം. അതാണ് ദണ്ണം വബ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ, പല അങ്ങനെ പറഞ്ഞിട്ടുള്ള പല പാട്ടുകളുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കുസിനെ കാട്ടിടും, നേരം ലഗീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. മരണസമയത്ത് വെള്ളം കുടിക്കണോ എന്ന് ചോദിച്ചിട്ട് പിശാച് വഴിവഴപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ റബ്ബേ അവൻ്റെ രക്ഷയിൽ നിന്ന് ബദരീങ്ങളുടെ സഹായം വാങ്ങിത്തരണമേ. അപ്പോൾ ബദരീങ്ങൾ മേലെ, അല്ല താഴെ. വസീലയാക്കുന്നത് അള്ളാഹുവിനെ, റബ്ബിലേക്ക്. അതിനേക്കാൾ കല്ല് വെച്ച, അതിനേക്കാൾ കൊമ്പ് വെച്ച ഒരു ശിർക്കുണ്ടോ കൂട്ടരെ? എന്നിട്ട് മാലയും മൗലൂദും ഇതുപോലെയുള്ള സംഗതികളൊക്കെയാണ് പ്രമാണമായിട്ട് സ്വീകരിക്കുന്നത്. അത് ശരിയല്ല. അപ്പോൾ അത് ശരിയല്ല. പണ്ട് സലാമുല്ലി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മൊഹീദ്ദിമാലയിൽ മൊഹീദ്ദീൻ ശൈഖിൻ്റെ ഒരുപാട് ഗുണഗണങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഒന്നുമില്ലാത്തതാണ്, അടിസ്ഥാനരഹിതമാണ്. കോഴിക്കോട്ട് ഇരുന്നിട്ട് കാണാപ്പാട് എഴുതിയതാണ്. അപ്പോൾ കാണാപ്പാട് എഴുതി എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാലോ. അങ്ങനെ കാണാപ്പാട് എഴുതിയ ആള് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണത്രേ. ഓരോ വരി അവസാനിക്കുമ്പോഴും ഓവറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ രക്ഷപ്പെടും, പക്ഷെ അത് ഓവറല്ല എന്ന് പഠിപ്പിക്കപ്പെട്ട സമുദായമോ പഠിപ്പിച്ച പുരോഹിതന്മാരോ അവർ രക്ഷപ്പെടുമോ? അയാൾ പരലോകത്ത് രക്ഷപ്പെടും. മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലനെ തോടാതോവർ. അതൊരു ഓവറല്ലേ? പാല് കുടിക്കേണ്ട കാലത്ത് റമളാൻ മാസം വന്നാൽ പാല് കുടിക്കാറില്ല, ഓവറായതാണ്. അപ്പോൾ മാലക്കാരന് രക്ഷപ്പെടാം, ഖാദി മഹമൂദിന് രക്ഷപ്പെടാം. പക്ഷേ ഇത് വിശ്വസിപ്പിക്കപ്പെട്ട പൊതുസമൂഹത്തിനോ വിശ്വസിപ്പിക്കാൻ വേണ്ടി മനക്കെട്ട് നിറങ്ങിയ പുരോഹിത വർഗത്തിനോ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഓവറിൽ നിന്ന് നോർമലിലേക്ക് വരണം. ഈ ഓവറിൽ നിന്ന് നോർമലിലേക്ക് വരണം. അല്ല, കൊട്ടപ്പുറത്ത് ചൊല്ലിയില്ലേ, യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഗിർലി വഖുദ് ബിയദി മദാ മദദി ഖലീഫത്തുല്ലാഹി ഫീനാ മുഹിയദ്ദീൻ. ഇതാണ് ഇപ്പോൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞ ഓമനപ്പേര് വിളിച്ചിട്ട് ചെയ്യണത്. ഇതാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത് ഇതിനാണ്. യാ സയ്യിദി, എൻ്റെ നേതാവേ, സനദി, എൻ്റെ സനദേ. കോളേജിൽ നിന്ന് കൊടുക്കുന്ന സനദല്ല, എൻ്റെ അവലംബമേ, ഗൗസി, എൻ്റെ ശരണമേ, വയാ മദദി, എൻ്റെ സഹായമേ, കുൻ, അങ്ങാകേണമേ, ലീ, എനിക്ക്, ലഹീറൻ, സഹായിയാകണമേ. എന്തിന്? ഇവിടെ നേരത്തെ പ്രസംഗിച്ചു പോയ CP ഉമർ സുല്ലമി വിഷയാവതരിപ്പിച്ച് തൗഹീദ് പ്രചരിപ്പിച്ചില്ലേ? അതിനെതിരിൽ പ്രവർത്തിക്കാൻ, പ്രസംഗിക്കാൻ, നാവിന് വാചാലത നൽകാൻ, ഓർമ്മശക്തി കിട്ടാൻ, ബുദ്ധി ഉപയോഗിക്കാൻ, കുയുക്തി ഉപയോഗിക്കാൻ എനിക്ക് അവസരം നൽകി എന്നെ സഹായിക്കണമേ എന്ന് 800 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മൊഹീദ്ദീൻ ശൈഖിനോട് നേർക്ക് നേരെ അള്ളാഹുവിനോട് നടത്തുന്നതിനേക്കാൾ ഇഖ്ലാസോടുകൂടി നടത്തുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടത് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല സുഹൃത്തെ. അത് പാടില്ലാത്ത ഇസ്തിഗാസയാണ്. പാടുള്ള ഇസ്തിഗാസ ഉണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇസ്രായേൽപ്പെട്ട ആള്, ഖിബ്തിയായ ആള് അദ്ദേഹത്തെ ദ്രോഹിക്കുമ്പോൾ മൂസാ നബിനോട് സഹായം തേടി. ഫസ്തഗാസഹുല്ലദീ മിൻ ശിയഅതിഹി. അതാ തെളിവ്. അപ്പം അനുവദിക്കപ്പെട്ട ഇസ്തിഗാസയുടെ കൂടെ അനുവദിക്കപ്പെടാത്ത ഇസ്തിഗാസ, അഥവാ നല്ല നോട്ടിലൂടെ, ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയുള്ള നോട്ടിലൂടെ പാകിസ്ഥാൻകാരടിച്ചിട്ടുള്ള കള്ളനോട്ട് വിറ്റഴിക്കുക. ഇതാണ് പുരോഹിതന്മാരുടെ മർമ്മപ്രധാനം. കൊല്ല ജോലി അതാ. കള്ള സാധനങ്ങൾ ഒറിജിനൽ സാധനത്തിൻ്റെ കൂടെ വിറ്റഴിക്കുക. ഇന്ന് ഒറിജിനലായിട്ട് ഒരു സാധനവും ഇവിടെ അല്ല. ഞാൻ നീട്ടി പറയല്ല, അവസാനിപ്പിക്കാൻ. പണ്ട് രണ്ടത്താണി ഒരു കല്യാണം ഉണ്ടായി, പറയുന്നത് കേട്ടതാട്ടാ, രണ്ടത്താണി ഭാഗത്ത്. അപ്പോൾ പുതിയാപ്പള മുജാഹിദായപ്പോൾ വിവാഹം ചെയ്തു കൊടുക്കില്ല, നിക്കാഹ് ചെയ്തു കൊടുക്കില്ല എന്ന് വന്ന മുസ്ലിർ ക്ഷണിച്ചു. അപ്പോൾ എന്ത് വേണം? ഞാൻ മുജാഹിദല്ല എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ അയാൾ എഴുതി കൊടുത്തു, ഞാൻ യഥാർത്ഥ സുന്നിയാകുന്നു. ഇത് കിട്ടിയപ്പോൾ മുസ്ലിർ പറഞ്ഞു പറ്റൂല, യഥാർത്ഥ സുന്നി അത് പറ്റൂല. അപ്പോൾ ഒറിജിനലായിട്ടൊരു സാധനം ഇവിടെ ഇല്ലാതെ എല്ലാ ഈ ജാതികർത്തിനുമാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഇസ്തിഗാസ
ആളെ കബളിപ്പിക്കുന്ന ഇസ്തിഗാസയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ആ സാധാരണക്കാരനായ ആൾ സഹായം തേടി എന്നതിന് ഇസ്തിഗാസ എന്നാണല്ലോ ഉപയോഗിച്ചത്. അതുകൊണ്ട് ദുആ എന്ന് പറയേണ്ടതിന് പകരം ഇവർക്ക് ഹീലത്തിൻ്റെ മസല എന്ന് പറഞ്ഞാൽ മൊയ്ലിയന്മാർക്ക് പള്ളി ദർസിലൊരു പരിപാടിയുണ്ട്. ഹീലത്തിൻ്റെ മസല. ഹീലത്ത് പറഞ്ഞാൽ എന്താ? കുയുക്തി. രംഗത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സ്വീകരിക്കാം. ആ രീതിയിൽ ഹീലത്തിൻ്റെ മസലയായിട്ട് വന്നിരിക്കുകയാണ് ഇസ്തിഗാസ കൊണ്ട്. സാധാരണ മനുഷ്യർ അള്ളാഹു ആദത്തായിട്ടുള്ള അവൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിലൂടെ നടത്തി വരുന്ന സഹായത്തിനും സഹായാർത്ഥനയ്ക്കും ഇസ്തിഗാസ എന്ന് പറയുമെങ്കിലും ദുആയിനേക്കാൾ പ്രഗത്ഭമായ അർത്ഥമാണ് ഇസ്തിഗാസക്കുള്ളത്. ദുആയിനേക്കാൾ ഗൗരവപരമായ, ദുആ എന്ന വാക്കിനേക്കാൾ അഥവാ പ്രാർത്ഥനയേക്കാൾ അർത്ഥവത്തായ ആശയസമ്പുഷ്ടതയാണ് ഇസ്തിഗാസക്കുള്ളത്. കാരണം എന്താ അറിയോ? ഇസ്തിഗാസ നടത്തിയാൽ ഉടൻ മറുപടി കിട്ടണം. നീട്ടിവെക്കാൻ പറ്റാത്ത അതിനിർണായകമായ ഘട്ടത്തിൽ ചോദിക്കുന്ന സഹായത്തിനാണ്, ഗൗസ് തേടുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. ബദറിൽ കണ്ടോ, ഇത് തസ്തഗീസൂന റബ്ബക്കും, ബദരീങ്ങളെ ഓർമ്മപ്പെടുത്തുക അള്ളാഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ബദരീങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം ഓർമ്മണ്ടോ? നിങ്ങളുടെ സമ്പൂർണമായ നിസ്സഹായത റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, റബ്ബേ നിൻ്റെ സഹായം ഇല്ലാതെ പോയാൽ ഒരിക്കലും ഞങ്ങൾ രക്ഷപ്പെടില്ലെന്ന് നിങ്ങളുടെ കീഴ്വഴക്കൻ സമ്പൂർണമായി റബ്ബിൽ സമർപ്പിച്ച് റബ്ബിനോട് ഇസ്തിഗാസ നടത്തി റബ്ബ് സഹായിക്കാമെന്നേറ്റ ആ സന്ദർഭത്തെപ്പറ്റി നിങ്ങൾ മറന്നുപോയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അവിടെ ഇസ്തിഗാസ എന്ന പദമാണ് ഉപയോഗിച്ചത്. ഇസ്തിഗാസ ദുആയിനേക്കാൾ അർത്ഥസമ്പുഷ്ടമായതാണ്. അതുകൊണ്ട് ദുആ പറ്റുമെന്ന് പറഞ്ഞാൽ പോലും ഇസ്തിഗാസ പറ്റില്ലെന്ന് പറയണം. എന്നിട്ടാണ് ഇവിടെ പറയുന്നത് ഇസ്തിഗാസ. അതിന് കുഴപ്പമില്ല, സഹായതേട്ടം. ഏത് സഹായതേട്ടം? അവിടെ നേരത്തെ പറഞ്ഞ ആദത്തനുസരിച്ചുള്ള സഹായതേട്ടല്ല, ആദത്തിന് വിരുദ്ധമായ സഹായതേട്ടമാണ്. ബദറിൽ അല്ലാഹു തആല എങ്ങനെയാണ് സഹായിച്ചത്? ആദത്തോടു കൂടിയാണോ? അല്ലല്ലോ. പിന്നെ അസാധാരണമായ വിധത്തിൽ വാനലോകത്തുനിന്ന് മലക്കുകളെ അയച്ചുകൊണ്ട് സഹായിക്കുക ചെയ്തത്. ആ സഹായം അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾ പരാജയപ്പെടും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇൻതുഹ്ലിക് ഹാദിഹിൽ ഉസാബത ഫലൻ തുഅബദ ഫിൽ അർളി ബഅദു. ഈ കൊച്ചു സംഘം ശത്രുക്കളാൽ ഈ ബദറിൻ്റെ രണാങ്കളത്തിൽ കൊല്ലപ്പെട്ടാൽ, നാഥ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സമുദായം ഇനി ലോകത്ത് ഉരുത്തിരിയാനില്ല, വരാനില്ല. കാരണം ഞാൻ അന്ത്യപ്രവാചകനാണ്, ഇനി ഒരു നബി വരാനില്ല. എൻ്റെ 15 കൊല്ലത്തെ പരിശ്രമം കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഈ 300ഓളം വരുന്ന സഹാബിമാർ, എൻ്റെ അനുചരന്മാർ ഇവിടെ കൊല്ലപ്പെടരുത്, നിൻ്റെ സഹായം അനിവാര്യമാണ് എന്ന് റസൂലുള്ളാഹ് വിറയാർന്ന ശരീരത്തോടു കൂടിയാണ് സഹോദരങ്ങളെ പ്രാർത്ഥിച്ചത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ളാഹ് വിറച്ചിട്ട് നബിയുടെ തോളിലുണ്ടായിരുന്ന പിന്നെ മുണ്ട് താഴെ വീണു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എങ്ങനെ വിറക്കണം? തോളിലിട്ട് 2 മുണ്ട് താഴോട്ട് വീഴുമാറ് റസൂലുള്ളാഹ് വിറച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, ഇസ്തിഗാസ നടത്തിയത്. ആ ഇസ്തിഗാസയാണ് അള്ളാഹു അല്ലാത്തവരോട് ആകാമെന്ന് മതപുരോഹിതന്മാർ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ്, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ്, അവൻ്റെ പ്രവാചകൻ്റെ പേര് പറഞ്ഞ്, വിശുദ്ധ ഖുർആനിൻ്റെ പേര് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ അപകടം നമ്മൾ മനസ്സിലാക്കണമെന്നല്ല ഞാൻ പറയുക, സമുദായത്തിത് മനസ്സിലാക്കി കൊടുക്കണം. അവരറിയാതെ വെണ്ണയിൽ നിന്ന് നൂല് ഊരുന്ന വിധത്തിൽ ഈ ശിർക്കിൽ നിന്ന് ജനങ്ങളെ നമുക്ക് മോചിപ്പിക്കണം. അങ്ങനെ മോചിപ്പിക്കപ്പെട്ടവരാ നമ്മളൊക്കെ തന്നെ. ഇവർ പറയും, നിങ്ങൾ പ്രവർത്തിച്ചിട്ട് എന്താ ഉണ്ടായത്? 100 കൊല്ലം പ്രവർത്തിച്ചിട്ട് എന്താ ഉണ്ടായതെന്ന്. 100 കൊല്ലം പ്രവർത്തിച്ചിട്ട് മുജാഹിദ് 8ആയി. 8ലും ആളുണ്ട്. 8 കൂട്ടർ യോഗം വെച്ചാലും ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലത്തല്ല. ഇത് എവിടുന്നുണ്ടായതാ? അതിൽ ഇങ്ങോട്ട് പോകുന്നതാ. അതുകൊണ്ട് എനിക്ക് അവസാനമായിട്ട് നമ്മളോട് പറയാനുള്ളത്, അതിനെതിരല്ല പ്രവർത്തിക്കുന്നത്. നമുക്ക് അവിടെ നിന്നേ ആളെ കിട്ടാനുള്ളൂ. നമ്മളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ മുജാഹിദിൽ നമുക്ക് ആളെ കിട്ടൂല, വേറെ എവിടെ നിന്ന് നമുക്ക് ആളെ കിട്ടൂല. നമുക്ക് കിട്ടുക ഈ ശിർക്കിൻ്റെ കൂടാരത്തിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടും തോറും ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. ഇതൊരു ഹൃദയസ്പർക്കായ കാര്യമാണ്, റബ്ബിൻ്റെ ഏകത്വം എന്നത്. അവസാനിപ്പിക്കട്ടെ ഒറ്റ വരി പാട്ട് പാടിയിട്ട്. സബീന കിതാബിൻ്റെ വക്കിലുള്ള എന്താണ്?
ഇലൈക യാ റബ്ബി ബൈത്താകുന്നു. ഇത് ഇലൈക യാ റബ്ബി ബൈത്താകുന്നു. ഇലൈക യാ റബ്ബി ഖദ് വജ്ജഹ്തു ഹാജാതി വജിതു ബാബക യാ റബ്ബി ബിറഗ്ബാതി അന്തൽ അലീമു ബിമാ യജ്രിൽ ളമീറു ബിഹി യാ ആലിമൽ ഗൈബി അല്ലാമൽ ഖഫിയാതി വഖ്ദിൽ ഹവായിജ ലി റബ്ബി വലസ്തു അറാ സിവാക യാ റബ്ബി മൻ ഖാദിൽ ലിഹാജാതി. സബീന കിതാബിലാണെങ്കിലും ഇത് നല്ല വകയാണ്. പല വകയാണ് ഇതിലുള്ളത്. ഞാൻ വാങ്ങി വെച്ച വക ഞാൻ സാധാരണ പറയാറുണ്ട് 365 വകയാണ്. ഇപ്പം നിലവിൽ 8888 വക മൗലിദിൻ്റെ കിതാബുള്ളത്. ഞാൻ സാധാരണ തമാശയായിട്ട് പറയാറുണ്ട്, ഒരു വക എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിനും കൊള്ളരുതാത്തത് എന്നർത്ഥം. അപ്പം പിന്നെ ഈ 8000 വകയായാലുള്ള സ്ഥിതി എന്താ? കിടക്കട്ടെ, ഞാൻ 365 വക വാങ്ങി, അതിലും ഇതുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇത് വക്കിലാണ്, ഉള്ളിലല്ല. ഈ സബീല കിതാബിൻ്റെ ഉള്ളിലുള്ളതിനേക്കാൾ മെച്ചം പുറത്തുള്ളതാണ്. ഉണ്ടോ? മനയേക്കാൾ വലുതാണ് എന്ത്? അതിൻ്റെ പടിപ്പുര. അപ്പോൾ അത് കുറച്ച് മെച്ച. അവിടെ എന്താ പറയുന്നത്? ഇലൈക്ക, നിന്നിലേക്ക്, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഖദ് വജ്ജഹ്തു ഹാജാതി, എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ തിരിച്ചിരിക്കുന്നു. ആരിലേക്ക്? നിന്നിലേക്ക്. വജിതു ബാബക യാ റബ്ബി ബിറഗ്ബാതി, നിന്റെ വാതിൽക്കലിതാ എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി ഈ സാധുവായ മനുഷ്യൻ വന്നു നിൽക്കുന്നു. നിന്റെ കാരുണ്യമാകുന്ന കവാടത്തിൽ, നിന്റെ ഇജാബത്തിൻ്റെ കവാടത്തിൽ ഈ പാവപ്പെട്ടവൻ അവന് വഹിക്കാൻ കഴിയാത്ത ചുമടുമായി നാഥ വന്നു നിൽക്കുകയാണ്. തിരുനോട്ടമുണ്ടാകണമേ, പരിഹാരമുണ്ടാകണേ. അന്തൽ അലീമു ബിമാ യജ്രിൽ ളമീറു ബിഹി യാ ആലിമൽ ഗൈബി അല്ലാമൽ ഖഫിയാതി. ഈ പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങൾ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ എത്രത്തോളമാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്നവൻ നീയാണ്. സകലമാന രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവൻ നീയാണ് റബ്ബേ. അതുകൊണ്ട് വഖദിൽ ഹവായിജ ലീ റബ്ബി വലസ്തു അറാ സിവാക യാ റബ്ബി മൻ ഖാദിൽ ലിഹാജാതി. വഖ്ലി, നീ വീട്ടിത്തരണമേ, നിർവഹിച്ചു തരണമേ. അൽ ഹവായിജലി, എൻ്റെ എല്ലാ ആവശ്യങ്ങളും. എന്തുകൊണ്ട് റബ്ബേ? വലസ്തു അറാ, ഞാൻ കാണുന്നില്ല, എൻ്റെ അറിവിലില്ല, പ്രപഞ്ചത്തിൽ എവിടെയുമില്ല. അങ്ങ് മേലെ ആകാശത്തില്ല, താഴെ ഭൂമിയിലില്ല, അവിടെ സമുദ്രത്തിലില്ല. സിവാക യാ റബ്ബി മൻ ഖാദിൽ ലിഹാജാതി, എൻ്റെ അനിവാര്യമായ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തീർത്തുകൊണ്ട് എനിക്ക് ആശ്വാസവും സമാധാനവും നൽകാൻ നീയല്ലാത്തൊരു ശക്തിയെയും ഒരു വ്യക്തിയെയും ഒരു കേന്ദ്രത്തെയും ഒരു ജാറത്തിനെയും ഒരു മക്കാമിനെയും ഒരു ദർഗയെയും ഒരു നൂലിനെയും അതേപോലെ തന്നെ ഒരു വടിയെയും പൊടിയെയും ഞാൻ കണ്ടിട്ടില്ല റബ്ബേ. നീ മാത്രമാണ് എൻ്റെ അവലംബം. അതുകൊണ്ട് എനിക്ക് വീട്ടിത്തരണമേ. അതാണ് യഥാർത്ഥ ഇസ്തിഗാസ, റബ്ബിനോട് നടത്തുന്ന ഇസ്തിഗാസ. അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി പറയാണ്ട് സമയമല്ല, പിന്നീട് നമുക്ക് പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുകൂടി ഞാൻ പറയാണ്, ഈ ആശയം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. എത്തിച്ചാൽ എന്തായാലും മാറ്റം ഉണ്ടാവും. മാറൂലെന്നൊരുത്തം പറഞ്ഞോ, ഉറപ്പിക്കാം, മാറും. അങ്ങനെ ഇവിടെ മുജാഹിദ് ഉണ്ടായിരിക്കണം. മാറൂല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ മാറൂലെന്ന് ശടിച്ച മുഴുവൻ ആളുകളെയും മാറ്റിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അനുഭവം കൊണ്ട് പറയാം. അതുകൊണ്ട് ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക. അള്ളാഹുവിൻ്റെ ഏകത്വം പറയുന്നിടത്ത് മതപുരോഹിതന്മാർ ആലില പോലെ വിറക്കും. അതാണല്ലോ സകലത് രംഗത്തിറങ്ങിക്കുന്നത്. ഇനി ഒരെണ്ണ ഇറങ്ങാൻ ബാക്കില്ല. മുഴുവൻ ഇറങ്ങിയിട്ട് വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയാം. എന്തിന്? ജനങ്ങളെ പിടിച്ചു നിർത്താൻ. എന്നിട്ട് നിൽക്കുന്നുണ്ടോ? വഴുതി രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് മാത്രം വരിക. ഇസ്തിഗാസ റബ്ബിനോട് മാത്രം. തവസ്സുൽ അള്ളാഹു അനുവദിച്ചത് മാത്രം. മുഹമ്മദ് നബി അടക്കമുള്ള പ്രവാചകന്മാരോ ഔലിയാക്കളോ അമ്പിയാക്കളോ മഹാന്മാരോ മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കളോ നമുക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യാനും അള്ളാഹുവിൻ്റെ ഇടയിലും നമുക്കിടയിലും വർത്തിക്കുവാനും
അവർ മെനക്കെടുന്നില്ല. അങ്ങനെ ഒരു സംരംഭമേ സ്വഭാവമേ ഇസ്ലാമിലില്ല. അള്ളാഹു ഇങ്ങോട്ട് മാധ്യമങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിലേക്കെടുക്കാൻ ആ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മാധ്യമങ്ങളെ സ്വീകരിക്കരുത്, എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ ഉത്തരം ചെയ്യാം. അള്ളാഹുവിൻ്റെ നോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് നിബന്ധനയായിട്ട് അള്ളാഹു തആല വെച്ചത് ഇദാ ദഅാനി, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ ഇപ്രകാരം പറയാം, പുൽ പറയുക. അതും ആ മുസ്ലിയാർ വ്യാഖ്യാനം ചെയ്തു. അള്ളാഹ്ക്കനെ പറഞ്ഞാൽ പോരെ, എന്തിനാ നബിനെ ഏൽപ്പിച്ചത്? നബിനെ ഏൽപ്പിച്ചത് എന്തിനാന്ന് അള്ളാഹിനോട് നിങ്ങൾ വരുമ്പോൾ ചോദിച്ചോളെയും. പരലോകത്ത് പടച്ചോനെ കാണുമല്ലോ, അപ്പോൾ പടച്ചോനോട് ചോദിച്ചോളെയും, പടച്ചോനെ ഞങ്ങൾ ഈ മധ്യമസ്ഥന്മാരൊക്കെ തീരുമാനിക്കാനുള്ള കാരണേ നീ മധ്യസ്ഥന്മാരെ സ്വീകരിച്ചത് കൊണ്ട് ധിക്കാരപൂർവ്വം പറഞ്ഞാളിയും. ഏതായാലും ഞാനത് പറയട്ടെ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുക. വലാ ഉശ്രികു ബിഹി ശൈആ, അവനോട് മറ്റാരെയും പങ്കു ചേർക്കുകയില്ല. ഐ ലാ അബ്തഗി ഗൈറക, നിന്നോടല്ലാതെ ഞാൻ തേടുകയില്ല. അങ്ങനെ പറയാൻ അല്ലാഹു തആല പറയുന്നു. അത് നമ്മൾ പറയുക, അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെടുത്തുക. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ വറസൂല. രാവിലെയും വൈകുന്നേരവും പറയുക. ആ വിഷയത്തിലേക്ക്, ആശയത്തിലേക്ക് ഉയർന്നു വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.